നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെർമി ഡോക്കു മാജിക്കൽ ഷോ അറ്റ് എത്തിഹാഡ്. ഇന്നലെ സിറ്റി 3-0 ലിവർപൂളിനെ തോപ്പിച്ചുകൊണ്ട് ആർസണലുമായിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്സ് ടേബിളിൽ നിൽക്കുന്ന ആർസണലുമായിട്ടുള്ള ഗ്യാപ്പ് 4 പോയിന്റ് ആക്കി ചുരുക്കിയിട്ടുണ്ട്. അത് ഇന്നലത്തെ മാച്ചിൽ ജെർമി ഡോക്കു വാട്ട് എ പെർഫോമൻസ്. ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. ഡിസേർവിങ് ഗോളും ആൾക്കും കിട്ടി. ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഡോക്കുവിനെ മാത്രമല്ല, മാഞ്ചസ്റ്റർ സിറ്റി ആസ് എ ടീം ഇന്നലെ സൂപ്പർബായിട്ട് കളിക്കുന്നുണ്ട്. സോ ഇന്നലെ രണ്ട് ടീമിന്റെ ലൈനപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം സിറ്റിയുടെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. അവർ ബെർണാഡോ സിൽവേനെ ഇപ്പം അവരുടെ സ്ട്രോങ്ങസ്റ്റ്, എനിക്ക് തോന്നുന്നു ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റിയുടെ ലൈനപ്പ് തന്നെയാണ് ഇറക്കി. നിക്കോ റെയിലി മത്തേസ് നുനസുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് റൂബൻ ഡിയാസ് ഡിഫൻസീവിൽ എന്ത് മാസീവ് ഇമ്പ്രൂവ്മെന്റ് ആണ്, എസ്പെഷ്യലി ഏരിയയിൽ വന്നിരിക്കുന്ന മാറ്റം. ജോസ്കോ ഗോഡിയോ വാടെ പ്ലെയർ, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഫോർഡനും ചെർക്കിയൊക്കെ ആയിട്ട് തന്നെ ഇറങ്ങി. അപ്പുറത്ത് ലിവർപൂൾ അൺചേഞ്ച്ഡ് ഇലവൻ ആയിരുന്നു. ആൻഫീൽഡിൽ റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് കളിച്ച സെയിം ഇലവൻ. സോ എൻറ്റയർലി ഡിഫറെൻറ്റ് ലിവർപൂൾ അപ്രോച്ച് പോലെ നമുക്ക് തോന്നി ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോൾ അല്ലേ. സോ എന്താണ് സംഭവിച്ചത്? എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, എഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ് ഓക്കെ മിഡ്ഫീൽഡിൽ നമ്പേഴ്സ് വേണമെന്ന് മനസ്സിലാക്കിയ സ്ലോട്ട് എന്തുകൊണ്ട് ഈ മാച്ചിലോട്ട് വരുമ്പം വീണ്ടും ആ പഴയ അപ്രോച്ചിലോട്ട് പോകുന്നു? മക്കലിസ്റ്ററിന്റെ കാലി ബോൾ കിട്ടുമ്പം സപ്പോർട്ടിന് ആരെങ്കിലും ചെന്നണ്ടേ? പലപ്പോഴും മക്കലിസ്റ്റർ ഐസൊലേറ്റഡ് ആണ്. 3 സിറ്റി പ്ലേയേഴ്സ് പുള്ളിനെ ചുറ്റുമ്പം ഗ്രാവംബർഗും സബോസ്ലായും ഒക്കെ കോച്ചിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കണം അവർ ഫോർവേഡ് മൂവ്മെന്റ്സ് എടുത്തോണ്ട് റാദർ ദാൻ ഒരാൾ ഡ്രോപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. സിമിലർലി ഗ്രാവംബർഗിനും ബോൾ കിട്ടുമ്പോൾ മക്കലിസ്റ്ററും സബോസ്ലായും ഫോർവേഡ് മൂവ്മെന്റ് എടുത്തോണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. സിറ്റി മിഡ്ഫീൽഡ് കുറച്ചുകൂടെ ബെറ്റർ ആണ് റയൽ മാഡ്രിഡിനേക്കാളും ഓൺ ദ ബോൾ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് കുറച്ചുകൂടെ അഗ്രസീവ് ആണ്. പ്രസിംഗ് സ്ട്രക്ചറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റയൽ മാഡ്രിഡ് ആൻഫീൽഡ് വന്ന് കളിച്ച പോലെ അല്ലായിരുന്നു. സിറ്റിയുടെ പ്രസിംഗ് സ്ട്രക്ചർ ഇസ് മച്ച് സുപ്പീരിയർ. ആൻഡ് ഓൺ ദ ബോൾ റയൽ മാഡ്രിഡിനേക്കാളും അബിലിറ്റീസ് ഉള്ള പ്ലേയേഴ്സ് സിറ്റി മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. ബെർണാഡോ സിൽവ, നിക്കോ ഗോൺസാലസ്, ഫിൽ ഫോർഡൻ, ഇവർക്കൊന്നും ടൈം ഓൺ ദ ബോൾ കൊടുക്കാൻ പറ്റത്തില്ല. ആൻഡ് എത്ര ടൈം ഓൺ ദ ബോളാണെന്നറിയോ ഇന്നലത്തെ മാച്ചിൽ സിറ്റി പ്ലേയേഴ്സിന് ലിവർപൂൾ കൊടുത്തത്? ലിവർപൂളിന്റെ പ്രസിംഗ് ഇന്റൻസിറ്റി വാസ് സോ ഡൗൺ. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാനായിട്ടാണ് മക്കലിസ്റ്റർ ഇന്നലെ 5-ൽ 1 ഗ്രൗണ്ട് ഡ്യുവലാണ് വിൻ ചെയ്തത്. ഓക്കെ, സബോസ്ല ഇന്നലെ 8-ൽ 1 ഗ്രൗണ്ട് ഡ്യുവൽസ് ആണ് വിൻ ചെയ്തത്. സോറി, മക്കലിസ്റ്റർ 2, സബോസ്ല 1. അതുപോലെ തന്നെ ഇന്നലെ ഗ്രാവംബർഗ് 9-ൽ 2 ഗ്രൗണ്ട് ഡ്യുവൽസ് ആണ് വിൻ ചെയ്തത്. സോ സബോസ്ലായ്ക്ക് പോലും 8-ൽ 1 ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ടോട്ടൽ കമ്പൈൻ ചെയ്ത് 5 ഗ്രൗണ്ട് ഡ്യുവൽസ് ആണ്. ടോട്ടൽ കമ്പൈൻ ചെയ്ത് 22 അറ്റംപ്റ്റ് ചെയ്തതിൽ 5 ഗ്രൗണ്ട് ഡ്യുവൽസ് ആണ് ഇന്നലെ ഈ മിഡ്ഫീൽഡ് 3 വിൻ ചെയ്തത്. ഏരിയയിൽ ഇന്നലെ ഇവർ 3 പേരും 0 ഏരിയൽ ഡ്യുവൽസ് അറ്റംപ്റ്റ് ആയിരുന്നു, 0 ഏരിയൽ ഡ്യുവൽസ് വിന്നു ആയിരുന്നു. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഗ്രൗണ്ട് ഡ്യുവൽസ് കംപ്ലീറ്റ്ലി മിഡ്ഫീൽഡ് വിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സിറ്റിയുടെ ഡോമിനേഷൻ. അപ്പുറത്ത് ഡോക്കു പ്രസ് ചെയ്യുന്നു. ഹാളണ്ട് എന്ന പ്ലെയർ ുള്ള ഇമ്പ്രൂവ്മെന്റ് ഇന്നലത്തെ മാച്ച് കാണാൻ. ഗോൾ സ്കോറർ മറ്റൊക്കെ പറയും, പക്ഷെ ആസ് എ പ്ലെയർ പുള്ളി ഡ്രോപ്പ് ചെയ്യുന്നു, ലിങ്കപ്പ് ചെയ്യുന്നു, കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നു. എന്ത് കിടിലായിട്ട് കളിച്ചു പെപ്പ് തൻ്റെ 1000ാമത്തെ മാച്ചിൽ. ഒരു ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്. ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം, ഓക്കെ ഇപ്പോൾ സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് കാണാം. സിറ്റിയാണ് XG കൂട്ടിയിട്ട് തന്നത്. 2 ബിഗ് ചാൻസ് ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തതിൽ 2 പേര് മിസ് ചെയ്തു. ഓക്കെ, ലിവർപൂൾ ഒന്നും ക്രിയേറ്റ് ചെയ്തതെന്നല്ല, ഇവൻ എന്തോ സിറ്റി ഡോമിനേറ്റ് ചെയ്തെങ്കിലും ലിവർപൂളിൽ ചാൻസുകൾ ഉണ്ടായിരുന്നു, അത് കൺവേർട്ട് ചെയ്തില്ല. അതിലോട്ട് ഞാൻ വരാം. അതിനേക്കാൾ മുമ്പ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പെപ്പ് ഗോഡിയോളയുടെ ഇൻഫ്ലുവൻസ് നമ്മളിപ്പോൾ ഈ സീസണിൽ പെപ്പ് ലൈൻഡേഴ്സിനെയും കൊളോട്ടോറയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ഈ ടീമിൽ കാണാനുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ഓക്കെ സിറ്റി കംബാക്ക് നടത്തുന്നതിൻ്റെ ഓക്കെ ഡിഫൻസീവ്ലി സ്റ്റേബിളായിട്ട് നിൽക്കണം, അത് വേണം. അതിനോടൊപ്പം നമ്മൾ പെപ്പ് ഗോഡിയോളയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുക. ഇന്നലത്തെ ചില മൊമെൻറ്റ്സിൽ ആ ടൈറ്റ് ആംഗിൾസിൽ നിന്ന് പ്രസ് ബീറ്റ് ചെയ്ത് സിറ്റി ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്ത രീതികൾ, പ്രൈം പെപ്പ് ഗോഡിയോള സിറ്റി ഫുട്ബോൾ നമ്മൾ കണ്ട മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഇന്നലെ അല്ലേ. ബട്ട് അതിനോടൊപ്പം തന്നെ ഡിഫൻസീവ്ലി നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇന്നലത്തെ മാച്ചിൽ കൊണാട്ടെ ഹാഡ് എ റിയലി ബാഡ് ഗെയിം, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, കൊണാട്ടെ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും മോശം ഗെയിമായിരുന്നു. പക്ഷെ കൊണാട്ടയാണ് ഇന്നലെ ഓവറോൾ ടീമിൻ്റെ ബാഡ് ഗെയിമിൻ്റെ മെയിൻ ഫോക്കസ് പോയത് കൊണാട്ടയിലോട്ടാണ്. കാരണം ഇന്നലെ സിറ്റി ക്രിയേറ്റ് ചെയ്ത മിക്ക ചാൻസിലും സ്കോർ ചെയ്ത സിറ്റുവേഷൻസിലും കൊണാട്ട ഇൻവോൾവ് ആയിരുന്നു. സോ ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ ഡോക്കു ബോളുമായിട്ട് പോവാണ്. ഡോക്കു ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവിടെ ബ്രാഡ്ലി കവേർഡ് ആയിരുന്നു. ഓക്കെ, ബ്രാഡ്ലി കവർ ചെയ്തിരുന്നു. പക്ഷെ അവിടെ കൊണാട്ടെ വന്നിട്ട് ഇന്നാ മോനെ എടുത്തോ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രാഡ്ലി ഡോക്കു ബോക്സിലോട്ട് കയറുകയാണ്. അവിടെ ഫൗൾ ചെയ്യുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ 50-50 ആണ്. ഒന്നെങ്കിൽ സിറ്റിക്ക് ഫേവറായിട്ട് വരാം, അല്ലെങ്കിൽ ലിവർപൂൾ ഫേവറായിട്ട് വരാം. ഏത് കോൾ എടുക്കുമായിരുന്നാലും ഓക്കെ എന്ന് പറയായിരുന്നു. മേ ബി അവിടെ സോഫ്റ്റ് ടച്ച് എന്നൊക്കെ പറയാം. പക്ഷെ അത് സിറ്റിക്ക് ഫേവറായിട്ട് വരികയാണ്. അവിടെ കാണാം മുട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഡോക്കുമായിട്ട്. സോ ആ പെനൽറ്റി കൊടുത്തതിന് നമുക്കൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് കൊടുത്തില്ലായിരുന്നെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് റഫറി ഡിസിഷൻ എന്ന് പറയാം. അവിടെ പക്ഷേ റഫറി VAR ഇന്റർഫിയർ ചെയ്ത് പെനൽറ്റി കൊടുക്കുന്നു. അവിടെ മമറദാശ്വലി പെനൽറ്റി സേവ് ചെയ്യുകയാണ് എർലിംഗ് ഹാളണ്ടിൻ്റെ. സോ നമ്മൾ ഈ ഇൻറ്റൻസിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം ലിവർപൂൾ പ്ലേയേഴ്സ് ഇന്നലെ അടിച്ച 2ാമത്തെയും 3 ഫസ്റ്റ് ഗോളിലും 3rd ഗോളിലും എടുത്തു നിന്നൊരു കാര്യമാണ്, ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഡൗൺ ആയിരുന്നു.
ടൈം ഓൺ ദ ബോൾ ധാരാളം കൊടുക്കുമായിരുന്നു. 3 ഗോൾ, രണ്ടാമത്തെ 3 ഗോളിൽ നമുക്കത് കാണാം. ഫസ്റ്റ് ഗോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, റൂബൻ ഡിയാസ് മത്തേസ് ന്യൂസിനോട് ബോൾ കൊടുക്കുമ്പം അവിടെ നോക്കുക, ലിവർപൂൾ പ്ലേയേഴ്സ് എല്ലാം വാച്ച് ചെയ്യണം. ഒരാൾ പോലും അഗ്രസീവ്ലി അങ്ങോട്ട് ചെല്ലുന്നില്ല. ഹാളണ്ട് പോലത്തെ ഒരു ഫിസിക്കൽ പ്രസൻസ് ബോക്സിലോട്ട് റൺ നടത്താൻ പോവുകയാണെന്നറിയാം. ആ ക്രോസ് മത്തേസ് ന്യൂസിൻ്റെ മാക്സിമം ബ്ലോക്ക് ചെയ്യണം. അതുപോട്ടെ ഫിൽ ഫോഡനും ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ചെർക്കിയും മക്കലിസ്റ്ററിനും ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. എർലിംഗ് ഹാളിൻ്റെ ബോക്സിലോട്ട് റൺ എടുത്താൽ പോകണം. അവിടെ നിങ്ങൾക്ക് കാണാം കൊണാട്ടെ ബോൾ ഇത് നോക്കുന്നുണ്ട്. ഓക്കെ, എർലിംഗ് ഹാളിൻ്റെ റൺ എനിക്ക് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞുണ്ട്. പക്ഷേ അവിടെ ചെർക്കിനെ അവിടെ ഫ്രീ ആയിട്ട് നിർത്തുന്ന കാണാം. അവിടെ അഗ്രഷൻ നമുക്ക് മക്കലിസ്റ്ററിൻ്റെ ഭാഗത്തൊന്നും നടന്നില്ല. അവിടെ ആ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കാണാം അവിടെ കൊണാട്ടയാണ് ഫേവറേറ്റ്. ഈ ഒരു ബോൾ വിൻ ചെയ്യാനായിട്ട് ഫേവറേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ കൊണാട്ടെ. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ അവിടെ കൊണാട്ടയുടെ തലയിൽ ബ്രഷ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നേരെ അത് കൊണാട്ടെ അത് മിസ്സാവുകയാണ്. എർലിംഗ് ഹാളൻ്റെ തലയിലോട്ട് വന്ന് എർലിംഗ് ഹാളണ്ട് അത് ഫിനിഷ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം എർലിംഗ് ഹാളണ്ട് ഫിനിഷ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ കൊണാട്ടയുടെ ജമ്പ് മിസ്റ്റേക്ക് ആവുകയാണ്. കറക്റ്റ് രീതിയിലല്ല ജമ്പ് ചെയ്യുന്നത്. അവിടെ എർലിംഗ് ഹാളിന് പ്രഷർ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ ജമ്പ് ചെയ്യുന്ന സിനാരിയോസിലൊക്കെ എർലിംഗ് ഹാളിൽ പുറകെ പുഷ് ചെയ്യുക, ബോഡിയായിട്ട് കോൺടാക്ട് ചെയ്ത് നിൽക്കുകയൊന്നുമില്ല. അവിടെ ഫ്രീ ആയിട്ട് ജമ്പ് ചെയ്യാനായിട്ട് കൊണാട്ടയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് മിസ്റ്റൈംഡ് ജമ്പായി മാറുകയാണ് കൊണാട്ടയുടെ. ആൻഡ് പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ് തന്നെ പറയേണ്ടി വരും. 1-0 ആവുകയാണ്. പിന്നീടാണ് ഗെയിമിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ മൊമെന്റ് വന്നത്. സോ ഒരു കോർണർ കിക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം അവിടെ വെർജിൽ വാൻഡൈക്കിൻ്റെ ഹെഡർ ഗോളായി മാറുകയാണ്. പക്ഷെ അവിടെ വെർജിൽ വാൻഡൈക്ക് ഹെഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം അവിടെ റോബർട്ട്സൺ ക്ലോസറായിട്ട് നിൽപ്പുണ്ട്. ആർക്ക് ഇവിടെ നമ്മുടെ ഡോണറൂബയുടെ ക്ലോസറായിട്ട് നിൽപ്പുണ്ട്. ആ ഹെഡർ വരുമ്പോൾ ഗോൾ സ്കോർ ചെയ്യുന്ന ആ സിനാരിയോയിൽ റോബർട്ട്സൺ അവിടെ കുനിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഗോളായിട്ട് കയറുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം പിക്ചർ ക്ലിയർലി കാണാം. റോബർട്ട്സൺ അവിടെ കുനിഞ്ഞു കൊടുക്കുകയാണ്, ഗോളായിട്ട് കയറുകയാണ്. ഓക്കെ, അവിടെ ഓഫ് സൈഡ് പൊസിഷനിലാണ് റോബർട്ട്സൺ നിൽക്കുന്നത്. അത് നമുക്ക് കൺഫേം ആണ്. ഞാൻ ഈ സംഭവം മാച്ചിനിടയ്ക്ക് ലൈവ് കണ്ടപ്പം അതോളം ഓക്കെ ഫസ്റ്റ് റീപ്ലേയിലാണ്. അപ്പോൾ ഓക്കെ ഫെയർ കോൾ, അവിടെ വിഷൻ ബ്ലോക്ക് ചെയ്യുന്ന രീതി തോന്നി. സോ PGM ആസ് പെർ ദ റൂൾസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്ലെയർ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഗെയിമിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ഒരു പ്ലെയറിനെ തള്ളുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫ് സൈഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് ബോളിൽ കോൺടാക്ട് ഇല്ലെങ്കിലും ഗോൾ കീപ്പറിനെ തള്ളുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിഫൻഡറിനെ അവിടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ തള്ളുകയാണ്, അല്ലെങ്കിൽ ആ ഗെയിമിൽ അവിടെ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഓക്കെ പ്ലെയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, തള്ളുന്നുണ്ട്, ഒരു ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഗോൾ ഓവർ ടൈം ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത റൂൾ എന്നാന്ന് വെച്ചാൽ ഇപ്പം ഗോൾ കീപ്പറിൻ്റെ വിഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഗോൾ കീപ്പറിൻ്റെ വിഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഓഫ് സൈഡ് ആണ് അത് എന്നുള്ളൊരു റൂൾ വരാം. അഥവാ അവിടെ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ള റൂൾ വരാം. പക്ഷേ ഇവിടെ ഓക്കെ നമുക്ക് ഫസ്റ്റ് ടൈം നോക്കിയപ്പോൾ ഓക്കെ വിഷൻ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. പക്ഷേ നിങ്ങൾ ഈ പിക്ചർ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെഡർ വരുമ്പോഴേക്കും ഡോണറൂമയ്ക്ക് കാണാം എങ്ങോട്ടേക്കാണ് ബോൾ വരുന്നത്, ബോളിൻ്റെ ട്രജക്ടറിയും കാണാം. റോബർട്ട്സൺ കുരിഞ്ഞു കൊടുക്കുന്നുണ്ട് സമ്മതിച്ചു, പക്ഷേ അത് അവിടെ വിഷൻ ബ്ലോക്ക് ആവുന്നുണ്ടോ ഡോണറൂമയുടെ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഫസ്റ്റ് ടൈം ഞാൻ ഈ റീപ്ലേ കണ്ടപ്പോൾ നമ്മളെ കാണിച്ച ഒരു സൈഡിൽ ആംഗിളിൽ നിന്നുള്ള റീപ്ലേ ആയിരുന്നു മാച്ചിനിടയിൽ. ഞാൻ ഓർത്ത് ഓക്കെ ദാറ്റ്സ് എ ഫെയർ കോൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തത്. പിന്നീട് കൂടുതൽ റീപ്ലേസും കൂടുതൽ ഇപ്പം വീഡിയോസും സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാണുമ്പോൾ ഓക്കെ ഒരു കോൺട്രവേഴ്സി ഇതിൽ മടക്കുന്നുണ്ട്. കാരണം ഇതുപോലത്തെ സെയിം സിറ്റുവേഷൻസ് ഗോൾ കൊടുത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീസണിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും വാട്ട് ഡു യു തിങ്ക്, ഇത് ഗോളാണോ അല്ലേ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ കോൾ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി PGM മോളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്പോളജി ലിവർപൂളിന് വന്നേക്കാം എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇപ്പം അത് റൈറ്റ് ഡിസിഷനാണോ റോങ് ഡിസിഷനാണോ എന്നുള്ളൊരു ഒഫീഷ്യൽ വെർഡിക്റ്റ് വന്നതിന് ശേഷം. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് വിഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടി വരും. സോ അവിടെ നിന്ന് നമ്മൾ നേരെ മാച്ചിലോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും രണ്ടാമത്തെ സിറ്റി ഗോൾ വന്ന സിറ്റുവേഷൻ ഇവിടെ തന്നെയാണ് പറയുന്നത്. ഇപ്പം നിക്കോ ഗോൺസാലസ് എന്ന് പറയുന്ന പ്ലെയർ പെപ് ഗോർഡിയോളയുടെ അണ്ടർ കളിക്കാനായിട്ടുള്ള ഒരു DMF ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ആൻസർ ഈസ് യെസ്. ഈ സീസണിൽ ഓക്കെ ബോൺമത്ത് മാച്ചുകളിലും ഇപ്പോൾ ഡോർട്ട്മണ്ട് ലാസ്റ്റ് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാച്ചാണ്. ഈ മാച്ചിലെ ടെസ്റ്റുകളെല്ലാം പാസ് ചെയ്തു. ബട്ട് ലിവർപൂൾ എലൈറ്റ്സായ ലിവർപൂൾ ഇങ്ങനത്തെയൊക്കെ ബിഗ് മാച്ചുകളൊക്കെ വരുമ്പോഴേക്കും ക്യാൻ ദേ സ്റ്റെപ്പ് അപ്പ്, ക്യാൻ നിക്കോ ഗോൺസാലസ് സ്റ്റെപ്പ് അപ്പ് ഇൻ പ്ലേസ് ഓഫ് റോഡ്രി. ഓക്കെ, നിക്കോ ഗോൺസാലസ് റോഡ്രി ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഹീ ഈസ് കേപ്പബിൾ ഓഫ് റീപ്ലേസിങ് റോഡ്രി എന്നുള്ളതിൻ്റെ ഗ്ലിംസസ് ആണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. കാരണം ഇപ്പം റോഡ്രി ഇല്ലേലും നിക്കോ ഗോൺസാലസിനെ വെച്ച് ധൈര്യമായിട്ട് ഇവൻ ഏത് ബിഗ് മാച്ചിനും പോകാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പം പെപ് ഗോർഡിയോളയ്ക്കുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ മാച്ചിൽ കണ്ടത്. ആൾ ഇന്നലെ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലാണ്ടും ആളുടെ ലിങ്കപ്പ് പ്ലേ ഒക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു. ആളുടെ ലിങ്കപ്പ് പ്ലേ റയൽ മാഡ്രിഡ് മിസ് ചെയ്തത് എഗൻസ്റ്റ് ലിവർപൂൾ ഇങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഫേസിങ് ദ ഗോൾ കീപ്പറിനെ ഫേസ് ചെയ്ത് ബോൾ റിസീവ് ചെയ്ത് ആൾക്ക് പ്രഷർ ബീറ്റ് ചെയ്ത് ടേൺ ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ട്, ഫിസിക്കാലിറ്റി ഉണ്ട്. ആൻഡ് ലിങ്കപ്പ് പ്ലേയിൽ ഇപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ്ട്രീം റൈറ്റിലാണ് കളി നടക്കുന്നത്. അവിടെ ഒരു ബോഡി കുറവാണ്. ഓക്കെ, എൻ്റെ ഒരു സപ്പോർട്ട് അങ്ങോട്ടേക്ക് ചേർന്ന് ആളവിടെ റൈറ്റിലോട്ട് ചെല്ലുവാണ്. അവിടെ ബെർണാഡോ സിൽവയും മെത്തേസ് യൂണിവേഴ്സിൻ്റെ ഒക്കെ ഒരു മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അവരെ പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പം അങ്ങോട്ടേക്ക് നിക്കോ ഗോൺസാലസ് എന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്, ആ പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ലിങ്കപ്പ് പ്ലേയിലൂടെ. ആൻഡ് ബെർണാഡോയും മെത്തേസ് യൂണിവേഴ്സും അടിപൊളിയായിട്ട് കമ്പൈൻ ചെയ്യുകയും ചെയ്തു. സോ ഇങ്ങനത്തെ റൈറ്റ് മൊമെന്റ്സ് സെലക്ട് ചെയ്ത് ഓക്കെ എൻ്റെ ടീമിന് അവിടെ സപ്പോർട്ട് വേണം, ഞാൻ അങ്ങോട്ട് ചെല്ലും. ഞാൻ ഇവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ ചെയ്യും. ഒരു കറക്റ്റ് ഫൗൾ ചെയ്യണം, ടാക്ടിക്കൽ ഫൗൾ ചെയ്യണം, ഞാൻ അവിടെ ചെയ്യും.
ഷൂട്ടിംഗ് പൊസിഷനിൽ വന്നാൽ ഷോട്ട് എടുക്കണോ, ഞാൻ എടുക്കും. സപ്പോർട്ടിനുണ്ടോ, അതുണ്ട്. സോ എല്ലാം ഇപ്പം മാസീവ് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് നിക്കോ ഗോൺസാലസിൽ കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഗോൾ വന്ന സിനാരിയോയിൽ അനന്തർ പുവർ പീസ് ഓഫ് പ്രസിംഗ് ആണ്. ഇവിടെ ഒരു കോർണർ കിക്കാണ്. ഓക്കെ, അവിടെ 3 സിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. അവിടെ 3 സിറ്റി പ്ലേയേഴ്സ് തലയാണ് അങ്ങോട്ടേക്ക് പ്രസ് ചെയ്യാനായിട്ടില്ലെന്ന്. ഓക്കെ, അവിടുത്തെ ഒരു സിനാരിയോ നിങ്ങൾ കാണുക. ആ ബോക്സിൽ അത്രയും ലിവർപൂൾ പ്ലേയേഴ്സ് നിൽപ്പുണ്ട്. എനിക്ക് മനസ്സിലാത്ത എഡ്ജ് ഓഫ് ദ ബോക്സിൽ അവിടെ ഫോഡൻ നിൽപ്പുണ്ട്. ഓക്കെ, ഫോഡനെ ഫസ്റ്റ് ടൈം മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, എഡ്ജ് ഓഫ് ദ ബോക്സ് നിൽക്കുകയാണ്. ഫോഡൻ ഓർക്കണം, വൺ ഓഫ് ദ ഗുഡ് ഷൂട്ടേഴ്സ് ഓഫ് ദ ബോളാണ്. അപ്പുറത്ത് നിക്കോ ഗോൺസാലസ് നിൽപ്പുണ്ട്. ഇവിടെ പാസ് അവർ ഫൈൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇപ്പം കാണാം ചെർക്കിയുടെ കാലിൽ ബോൾ നിൽക്കുമ്പോഴേക്കും ധാരാളം ടൈമുണ്ട്. ഇവിടെ ചെർക്കി ഫസ്റ്റ് ടൈം പാസ് ചെയ്യുമെന്നല്ല, ചെർക്കി ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്കാൻ ചെയ്യുവാണ് പിച്ച് ഫുള്ള്. അവിടെ ഇപ്പോഴും കാണാം ഫിൽ ഫോഡനിലോട്ടും അവിടെ ഇപ്പം പോയിട്ടില്ല. ഓക്കെ, ഞാൻ അവിടെ നിക്കോ ആണ് ഗോൾ അടിക്കുന്നെങ്കിൽ അവിടെ ഫിൽ ഫോഡൻ അന്യായ ഷൂട്ടർ ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്. ഫിൽ ഫോഡനിലോട്ട് ഒരു പ്രഷർ പോകുന്നില്ല. പോട്ടെ, ഈ ഒരു സിറ്റുവേഷൻ നിക്കോ ഗോൺസാലസിൻ്റെ അടുത്തോട്ട് ആരും പോകുന്നില്ല. അടുത്ത ഫ്രെയിമിലോട്ട് ചെർക്കി നിക്കോ ഗോൺസാലസിലോട്ട് പാസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 4-5 സെക്കൻഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. 4-5 സെക്കൻഡ് അവിടെ നിക്കോ ഗോൺസാലസിലോട്ട് പാസ് പോകുമ്പോഴേക്കും ഇപ്പോഴും നിങ്ങൾക്ക് കാണാം 3 ലിവർപൂൾ പ്ലേയേഴ്സിന്റെ പൊസിഷൻ ഒക്കെ പ്രസ് ചെയ്യാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം കാണാം. ബട്ട് അവിടെ നിക്കോ ഗോൺസാലസിനും ഫിൽ ഫോഡനിലും ഉള്ള പ്രസ്സേഴ്സ് എവിടെ? ഫിൽ ഫോഡനിലോട്ടുള്ള പാസിംഗ് ഓപ്ഷൻ അവിടെ ഓപ്പൺ ആണ്. ഫിൽ ഫോഡനിലോട്ടുള്ള പാസിംഗ് ഓപ്ഷൻ ഓപ്പൺ ആണ്. നിക്കോ ഗോൺസാലസിനെക്കാളും ഡേഞ്ചറസ് ആണെന്ന് അറിയാമല്ലോ ഫിൽ ഫോഡൻ ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ടിൽ. പക്ഷേ നിക്കോ ഗോൺസാലസിലോട്ട് ബോൾ ചെല്ലുകയാണ്. നിക്കോ ഗോൺസാലസിലോട്ട് ബോൾ ചെല്ലുമ്പോൾ ഇപ്പോഴും കാണാം ഫോഡൻ അവിടെ ഫ്രീ ആണ്. നിക്കോ ഗോൺസാലസിനെ ഫോഡന്റെ കാലിലോട്ട് കൊടുത്തിട്ട് ഇന്ന മോനെ അടിച്ചോന്ന് പറഞ്ഞിട്ട് ഒറ്റ ആൾ പോലും ഇല്ല ഫോറിനെ ഒരു പ്രഷർ ചെയ്യാൻ. പക്ഷെ അവിടെ നിക്കോ ഷോട്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പം കാണാം അവിടെ പതുക്കെ പ്രസ് വരുന്നേ ഉള്ളൂ, അഗ്രസീവ് ആവുന്നില്ല. നിക്കോ ഗോൺസാലസിന് ഒന്ന് നോക്കി സുഖമായിട്ട് ഷോട്ട് അടിക്കാനായിട്ട് സാധിച്ചു. ആൻഡ് അവിടെ ഷോട്ട് ഓക്കെ ലക്കുണ്ട്, വാണ്ടേക്കിന്റെ കാലിൽ ഡിഫ്ലക്റ്റ് ആയിട്ട് കയറുകയാണ്. പക്ഷെ എന്തുകൊണ്ട് അത്രയും ടൈം? ഓക്കെ, ആ കോർണർ വരുന്ന സിറ്റുവേഷൻ ഡോക്കും ചെർക്കിയും ബെർണാഡോ അവിടെ കോർണർ എടുക്കുന്ന സിനാരിയോയിൽ 3 പേർക്ക് എത്ര ടൈമാണ് കൊടുക്കുന്നത്? എത്ര ടൈമാണ് നിക്കോ ഗോൺസാലസിന്റെ കാലിലോട്ട് കൊടുക്കുന്നത്? ഫോഡനിലോട്ടുള്ള പ്രഷർ എൻഡി ഫിൽ ഫോഡൻ അത്രയും എഡ്ജ് ഓഫ് ദ ബോക്സിന് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് വെൻ ഇറ്റ് കംസ് ടു ലോങ് ഷോട്ട്. ഫിൽ ഫോഡൻ അവിടെ അത്രയും നേരം ഫ്രീ ആയിട്ട് നിൽക്കും. നിക്കോ ഗോൺസാലസിന് അവിടെ ഷോട്ട് എടുക്കാതെ ഫോഡന് വേണം ഇട്ട് കൊടുക്കായിരുന്നു. സോ എന്ത് ടൈമാണ് അവിടെ കൊടുത്തത്? നിക്കോ ഗോൺസാലസ് വാടക പ്ലെയർ ഒന്നും പറയാനായിട്ടില്ല. കിടിലായിട്ടുള്ള ഒരു ഫിനിഷ് തന്നെയായിരുന്നു. അതിന് എടുത്തു പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ മാച്ചിൽ എസ്പെഷ്യലി പല സിറ്റുവേഷനിലും ഗ്രാവംബർഗ് അഗ്രസീവ് ആവുന്നില്ല. ഇപ്പോൾ സബോസ്ലായും ബിറ്റ് ഓഫ് ആൻഡ് പ്രസിംഗ് സ്ട്രക്ചർ. ബട്ട് ഗ്രാവംബർഗ് ഇപ്പം നിക്കോ ഗോൺസാലസിന് കാല് ബോൾ കിട്ടുമ്പോൾ പുള്ളിക്ക് ഒന്ന് പിച്ചിലോട്ടൊക്കെ ഒന്ന് പൊക്കി നോക്കി സ്കാൻ ചെയ്തിട്ട് പാസ് ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ടൈംസ് പിച്ചിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഞാൻ 3ാമത്തെ ഗോൾ വന്നതും അങ്ങനത്തെ ഒരു സിറ്റുവേഷനോടെ തന്നെയാണ്. ഇപ്പോൾ ഈ 3ാമത്തെ ഗോൾ വരുന്നതിന് മുമ്പ് പല സിനാരിയോസ് ഉണ്ടായിരുന്നു. നിക്കോ ഗോൺസാലസിന് ബോൾ കാലിൽ കിട്ടുക, ഒരു പ്രഷറും വരുന്നില്ല, ആൾക്ക് സ്കാൻ ചെയ്തിട്ട് പാസ് ചെയ്യാൻ ടൈം കൊടുക്കുവാണ്. ഇതാണ് ആ ഒരു ഇന്റൻസിറ്റി കാണിക്കുന്നത്. 3ാമത്തെ ഗോൾ നിങ്ങൾ നോക്കുക, നിക്കോ ഗോൺസാലസിന്റെ കാലി ബോളാണ്. അവിടെ ഗ്രാംബർഗ് നോക്കി നിൽക്കുകയാണ്, അഗ്രസീവ്നെസ് കാണിക്കുന്നില്ല. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഗ്രാംബർഗിന്റെ പൊസിഷൻ കാണാം, ബ്രാഡ്ലിയുടെ പൊസിഷനിങ് കാണാം. ഓക്കെ, ഇവിടെ ലിവർപൂൾ പ്രസിംഗ് സ്ട്രക്ചറിന്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇഷ്യൂ ഇതാണ് ഈ സീസൺ കോൺസ്റ്റന്റ്ലി കണ്ടുകൊണ്ടിരുന്നത്. ആ ഇന്റന്റ് കാണിക്കാതിരിക്കുകയാണ് ലിവർപൂൾ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രാംബർഗ് ഇന്റന്റ് കാണിക്കുന്നുണ്ട്. നിക്കോ ഗോൺസാലസിന് ബോൾ റിസീവ് ചെയ്തിട്ട് ഒന്ന് സ്കാൻ ചെയ്യാനായിട്ടൊരു ടൈം കിട്ടുവാണ്. പുള്ളി അവിടെ നിക്കോ റെയിലിയുടെ റണ്ണ് കാണുവാണ്. അവിടെ ബ്രാഡ്ലി പൊസിഷൻ ചെയ്തിരിക്കുന്ന നോക്കുക, ഡോക്കുവിനോട്ടും പോയി പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നിക്കോ റെയിലി അപ്പുറത്തുനിന്ന് റണ്ണ് നടത്തുന്നുണ്ട്. ആകപ്പാടെ പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. സാലയുടെ ഭാഗത്തുനിന്ന് ഇന്റൻസിറ്റി കിട്ടത്തില്ല നമുക്ക് അറിയുകയും ചെയ്യാം. അവിടെ നമുക്ക് നോക്കാം, അവിടെ ബ്രാഡ്ലി ആകപ്പാടെ കൺഫ്യൂസ് ആയി നിൽക്കുകയാണ് ആരെ പോയി ചെയ്യണമെന്നുള്ള അറിയാം. അവിടെ ട്രാക്ക് ആ ഒരു ഇന്റൻസിറ്റി കാണിക്കുന്നില്ല. അവിടെ ഈസിലി നിക്കോയിലോട്ട് സ്വിച്ച് ചെയ്യാണ്. അവിടെ ഡോക്കുവിന്റെ റണ്ണ് വരുന്ന കാണുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ കാണാം ഡോക്കുവിലോട്ട് നിക്കോ റെയിലി ബോൾ കൊടുക്കുകയാണ്. അവിടെ കൊണാട്ടെ ഡോക്കുവിനെ പ്രസ് ചെയ്യാൻ ചെല്ലുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ഡോക്കു കൊണാട്ടേനെ ടേക്ക് ഓൺ ചെയ്യുന്നു. ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു സൂപ്പർ ഷോട്ട് എടുക്കുന്നു, ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈ എല്ലാ സിനാരിയോസിനും നിങ്ങൾക്ക് കാണാം എത്ര ടൈം ഓൺ ദ ബോൾ ആണ്, എത്ര സ്പേസ് ആണ് ലിവർപൂൾ പ്ലേയേഴ്സ് കൊടുക്കുന്നത്. എസ്പെഷ്യലി സിറ്റി പ്ലേയേഴ്സിന്റെ കാര്യത്തിലോട്ട് ഒക്കെ ഔട്ട് സൈഡ് ദ ബോക്സ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇന്നലത്തെ ഗെയിമിൽ ബിറ്റ്വീൻ ദ ലൈൻസ് 0 ആയിരുന്നു ലിവർപൂളിന്റെ എഫേർട്ട്. ബിറ്റ്വീൻ ദ ലൈൻസ് ഓഫ് ദ ബോൾ എഫേർട്ട് 0 ഇന്റൻസിറ്റി, 0 അഗ്രഷൻ, 0 നമ്പേഴ്സ്. ന്യൂമറിക്കലി സിറ്റി ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും സെൻട്രൽ ലൈൻസിൽ, എസ്പെഷ്യലി ബിറ്റ്വീൻ ദ ലൈൻസ്. എടുത്ത് പറയേണ്ട കാര്യമാണ്. ആൻഡ് ലിവർപൂളിനും ചാൻസുകൾ കിട്ടി മാച്ചിലോട്ട് വരുമ്പോൾ. അതിനേക്കാളും മുമ്പ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം, ഡോക്കുവിനെ കുക്ക് ചെയ്യാൻ ഈ ഒരു ഗോളിൻ്റെ കാര്യം വേറൊരു സിനാരിയോസിന് പലപ്പോഴും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പ്രീമിയർ ലീഗിൽ ഒരു ബിഗ് മാച്ചിൽ ഇത്രയും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓഫ് മാജിക്. പണ്ട് നമ്മൾ പ്രീമിയർ ലീഗിൽ ഹസാർഡും കൊട്ടീനും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാച്ച് ആഫ്റ്റർ മാച്ച് ബിഗ് മാച്ച് ഗെയിംസിലൊക്കെ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, ആ ഒരു മാജിക്കൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡോക്കു ഇന്നലത്തെ മാച്ചിൽ കോൺസ്റ്റന്റ്ലി ആ മാജിക്കൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ആ ഡോക്കുവിൻ്റെ കാര്യത്തിലോട്ട് ഡിസർവിങ് ഗോളും ആൾക്ക് കിട്ടി. ആൾ ഈ സീസണിൽ 3 ഗോളും 4 അസിസ്റ്റുമായിട്ട് 7 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്. പക്ഷേ ഗെയിമിൽ ആൾ ധാരാളം ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സീസണിലൊക്കെ ഡോക്കുവിൻ്റെ ഇഷ്യൂ എന്തായിരുന്നു? ആൾ ചാൻസ് ക്രിയേറ്റീവ് ആയിരുന്നു, ആള് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ കുഴപ്പം എന്താണ്, ആൾ കൺവേർട്ട് ചെയ്യുന്നില്ല. ഫൈനൽ ഔട്ട്പുട്ട് ആളുടെ മോശമായിരുന്നു.
ഈ സീസണിലോട്ട് വന്നപ്പോൾ ആളുടെ ഫൈനൽ ഔട്ട്പുട്ട് മാസീവ്ലി ഇമ്പ്രൂവ് ആയി. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അത് എടുത്ത് കാണാൻ പെപ്പ് ഗോർഡിയോളയ്ക്ക് മാർക്ക് കൊടുത്തേ പറ്റൂ. അത് പെപ്പ് ലെയിൻഡേഴ്സ് ആണോ കോളോ ടൂറാണോ ആളുടെ ഇൻഫ്ലുവൻസ് ആണെങ്കിലും സൂപ്പർ, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ലിവർപൂളിനും ചാൻസുകൾ കിട്ടി ഈ മാച്ചിൽ. ഒന്ന് ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ഗോളിൻ്റെ സിനാരി നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ കേർട്ടിസ് ജോൺസ് വിൻ ചെയ്ത ഒരു ഹെഡർ നേരെ സലയിലോട്ട് പോവാണ്. ഓക്കെ, അവിടെ സല ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? സല 10-9 തവണ ഫിനിഷ് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഗ്യാപ്പോയിലേക്ക് പാസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സല അവിടെ ഗോളിന് വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ചിപ്പ് ചെയ്യുന്നത് വൈഡിലോട്ട് പോകണം. സോ ഇന്നത്തെ സലയുടെ ദിവസം അല്ലാന്ന് ക്ലിയർലി വിസിബിൾ ആയ ഒരു മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നതിന് അനദർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. അവിടെ നിക്കോറയിൽ എന്ത് ഫ്രീലിയാണ് വൈഡി നിൽക്കുന്നത്, എന്ത് ഫ്രീലിയാണ്. അവിടെ നിക്കോറയിലോട്ട് ബോൾ പാസ് ചെയ്യുമ്പോഴേക്ക് ആൾ അതടിച്ച് വെളിയിൽ കയറിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ട്രക്ചറൽ ഇഷ്യൂസ് കാണാം. എന്ത് ഫ്രീ ആണ് അവിടെ, നമ്പേഴ്സ് ഇല്ല. അവിടെ ധാരാളം മൂമെന്റ്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിക്കോറേലി ഇന്നലെ കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനായിട്ടില്ല. അന്യായ പെർഫോമൻസ് ആയിരുന്നില്ല നിക്കോറേലിയുടെ. സലേനെ ആൾ കംപ്ലീറ്റ്ലി പൂട്ടുന്ന സിനാരി നമ്മളുണ്ട്. ആൻഡ് മത്തേസ് ന്യൂസ് ഓൺ ദ ലെഫ്റ്റ് വാസ് ഓൺ ദ റൈറ്റ് വാസ് റിയലി ഗുഡ്, റിയലി ഗുഡ് എടുത്തു പറയണം. ആൻഡ് ബ്രാഡ്ലി ലാസ്റ്റ് വീക്ക് വിനീനെ പോക്കറ്റ് ചെയ്തെങ്കിൽ ഇന്നത്തെ മാച്ച് ഡോക്കു ബ്രാഡ്ലിനെ ശരിക്കും കുക്ക് ചെയ്തു, അതും പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട ലാസ്റ്റ് മൊമെന്റ് കിട്ടിയ മറ്റൊരു ചാൻസ് ഉണ്ട്. ലാസ്റ്റ് മൊമെന്റ് അല്ല, സോറി, 2-0 ലീഡ് എടുത്ത് നിൽക്കുന്ന സിനാരിയോയിൽ കോഡി ഗാക്പോ പിച്ചിലോട്ട് ഇറങ്ങിയായിരുന്നു. ഓക്കെ, എക്കിറ്റിക്ക് വരും. അവിടെ സലയിലോട്ട് ബോൾ ചെല്ലുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ബ്രാഡ്ലി സലേനെ ഫൈൻഡ് ചെയ്യുന്നു. അവിടെ ബ്രാഡ്ലി ആ ഒരു റണ്ണ് നടത്തുകയാണ് ആ ഒരു സ്പേസിലോട്ട്. ഡോക്കു അവിടെ അത് ട്രാക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഡോക്കുവിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പോയ ഒരു മൊമെന്റ് ബ്രാഡ്ലിയിലോട്ട് ബോൾ ചെല്ലുന്നു. ആൻഡ് അവിടെ ആ ക്രോസ് ബ്രാഡ്ലി ബാക്ക് പോസ്റ്റിലോട്ട് ഇടുമ്പോഴേക്കും അവിടെ കോഡി ഗാക്പോ നിങ്ങൾക്ക് കാണാൻ വന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് വരുന്നതാണ്. അവിടുന്ന് കോഡി ഗാക്പോ ഷുഡ് ബി ഫിനിഷിങ് ദാറ്റ്. അത് ഈസ് എ പ്രൊഫഷണൽ പ്ലെയർ അല്ലേ. ഓക്കെ, അവിടെ നിന്നൊക്കെ ഫിനിഷ് ചെയ്തേ പറ്റും. അതൊക്കെ ഒരു സിറ്റർ മിസ്സാണ്. അവിടെ നിന്ന് അടിച്ച ആളത് വെളിയിൽ കളയാണ്. കൂടാതെ ലാസ്റ്റ് മൊമെന്റ് സപ്പോസിലായിട്ട് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് ഡോണറൂമയുടെ ഒരു കിടിലൻ സേവ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ 2-3 ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആ എസ്പെഷ്യലി ആ ഗോൾ കൺവേർട്ട് ചെയ്ത ചാൻസ് മേ ബി സല മിസ് ചെയ്ത ചാൻസും അതുപോലെ തന്നെ കോഡി ഗാക്പോ മിസ് ചെയ്ത ചാൻസ് 2 സിറ്റർ മിസ്സുകൾ തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റും. സോ ലിവർപൂൾ മേ ബി ആ 2 ചാൻസ് കൺവേർട്ട് ചെയ്യാൻ ഹൂ നോസ്. പക്ഷേ ഗെയിം കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് സിറ്റിയാണ്. സിറ്റി ഡിസേർവ്സ് ടു വിൻ ദിസ് മാച്ച്. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഫ്ലോറിയൻ വിറ്റ്സ് അഗെയിൻ ഡിസപ്പോയിൻറ്റഡ് ബ്രോ. നമ്മൾ റയൽ മാഡ്രിഡ് മാച്ചിൽ പുള്ളി മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഒരു ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാച്ചിൽ ആളെ ഡ്രോപ്പ് ചെയ്യേണ്ട സിനാരിയോസ് വന്നു. പക്ഷേ ഈവൻ ആ മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ വെച്ച് മൊമെന്റ്സ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്ത് ലിവർപൂൾ ഫൈനൽ തേർഡിലോട്ട് വരുമ്പോഴേക്കും സിറ്റി ഡിഫൻഡേഴ്സ് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് സിറ്റി കമ്പാക്ക് നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ പാസിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിലും വിറ്റ്സ് ഷോട്ട് എടുക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ റോങ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സോ വിറ്റ്സ് ഇന്നലെ കംപ്ലീറ്റ്ലി ഗെയിമിൽ നിന്ന് ഔട്ടായിരുന്നു. സോ അനദർ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു വിച്ചിൻ്റെ, പറയാതിരിക്കാൻ. അഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ് ഹി വാസ് ടോപ്പ് നോച്ച്. പക്ഷേ ഇന്നലത്തെ മാച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. സല റിയലി ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. എല്ലാവരും കോഡി ഗാക്പോ ഇറങ്ങിയ ശേഷം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. മക്കലിസ്റ്റർ, ഗ്രാംബർഗ്, സപ്പോസിലെ 3 പേര് എന്നെ ഏറ്റവും ഡിസപ്പോയിൻറ്റ് ചെയ്തതിൽ ഇന്നലെ ആരാന്ന് ചോദിച്ചാൽ ഗ്രാംബർഗിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. സോ ആർനെ സ്ലോട്ട് എങ്ങനെ ഇതിൽ നിന്ന് കംബാക്ക് ചെയ്യുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇറ്റ്സ് നോട്ട് എ ഗുഡ് പെർഫോമൻസ് ഫ്രം ലിവർപൂൾ. ഐ ഹോപ്പ് ലിവർപൂളിനെ കംബാക്ക് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് സിറ്റി ഇവിടുന്ന് മൊമെൻറ്റം ഗെയിൻ ചെയ്ത് ഓക്കെ ഓൾറെഡി ഒരു മൊമെൻറ്റത്തിലാണ്. പക്ഷേ ഈ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വിക്ടറി എത്തിഹാഡിൽ ലെറ്റ്സ് നമ്മൾ ഈ സീസണിൽ കണ്ട സിറ്റിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു ഇത്, പറയാതിരിക്കാൻ വയ്യ. ഓവറോൾ നമ്മൾ ആ ലാസ്റ്റ് മാച്ചുകളിലൊക്കെ കുറച്ചുകൂടെ ഡിഫെൻസീവായി നിന്ന് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയി നിന്ന് കൗണ്ടർ അറ്റാക്സ് ഹിറ്റ് ചെയ്യാൻ എന്നിടത്തു നിന്ന് അതും ചെയ്തു. കൂടാതെ നമ്മൾ പെപ്പ് ഗോർഡിയോളയുടെ ഓൾ ഗ്ലിംസസും കണ്ടു. റൈറ്റ് സിറ്റുവേഷനിൽ നിന്ന് പാസ് ചെയ്ത് 1-2 പാസുകൾ ഇട്ട് ബിൽഡപ്പ് ചെയ്യുക. ആൻഡ് എർലിംഗ് ഹാളൻഡ് ഡ്രോപ്പ് ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുക. ഹാളൻഡിനും ക്രെഡിറ്റ് കൊടുക്കണം. ഹാളൻഡ് ഹാസ് ഇംപ്രൂവ്ഡ് മാസീവ്ലി ആസ് എ ഫുട്ബോളർ, ആസ് എ ഗോൾ സ്കോറർ അല്ല, ആസ് എ ഫുട്ബോളർ. ഹീസ് എ ഗോൾ സ്കോറർ നമുക്കറിയാം. പക്ഷേ ആസ് എ ഫുട്ബോളർ, ആസ് എ ടീം പ്ലെയർ പുള്ളിയിൽ മാസീവ് ഇംപ്രൂവ്മെൻറ്റ് ഈ സീസൺ നമുക്ക് കാണാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്കോ റെയിലി മാൻ ഹൈറ്റ്നൂറിനെ പുള്ളി വെഞ്ച് ചെയ്യും ഉറപ്പാണ് ഈ ഒരു പെർഫോമൻസ് വെച്ച് പോവുകയാണെങ്കിൽ. ബട്ട് ഹാളൻഡിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡോക്കുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, ഫോർഡ് എവരിബഡി ലുക്സ് ഗുഡ്. സവീനോ ഇറങ്ങിയ ശേഷം കുഴപ്പമില്ലായിരുന്നു. ചെർക്കി ബിറ്റ് ഓൺ ആൻഡ് ഓഫ് ആൻഡ്. ബട്ട് സവീനോനെ ഉടനെ ഇറക്കുന്ന സെക്കൻഡ് ഹാഫിൽ നമ്മൾ സിനാരിയോ കണ്ടു. ബെഞ്ച് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. വേറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്നത് കണ്ടു. ബെർണാഡോ സിൽവ ഇപ്പോൾ സിറ്റി ഈസ് പ്ലേയിങ് ഗുഡ്, നമുക്കറിയാം. ബെർണാഡോ സിൽവ ഈസ് പ്ലേയിങ് ഗുഡ് അല്ലേ. സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. ഓക്കെ, റയൽ മാഡ്രിഡിൻ്റെയും ബാർസയുടെയും മാച്ചിൻ്റെ റിവ്യൂസ് മിക്കവാറും നമ്മൾ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള രീതി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.